I am very, very happy to be here today to inaugurate these 3 projects, the new lift irrigation project, the check dam and canal project, and especially happy about the children-friendly Anganwadi that I am about to inaugurate. ഞാൻ ഇന്ന് ഈ 3 പദ്ധതികൾ, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും അതുപോലെ തന്നെ കനാൽ പദ്ധതിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അംഗൻവാടിയുടെ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. I know that you have been facing many problems over here in paddy cultivation. There's been a decline in the area that is being cultivated, and I know that there are several reasons for this, like lack of irrigation facilities, erratic rainfall, and also you have the man-animal conflict, you have attacks from wild animals on your crops, and all these things make it more and more difficult for you as you go along. ഞാൻ നിങ്ങളിവിടെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എന്നെനിക്കറിയാം. ഇവിടെ നെൽകൃഷിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇന്ന് അത് കൃഷി ചെയ്യുന്ന പ്രദേശം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഴ പലപ്പോഴായിട്ട് ലഭിക്കാത്ത സാഹചര്യവും അനവസരത്തിലുണ്ടാകുന്ന മഴ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജലസേചന പദ്ധതികളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ വന്യമൃഗ സംരക്ഷണം പ്രശ്നം, അത് നിങ്ങൾ സംഘർഷം നിങ്ങളുടെ കൃഷിയെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. As times are changing and due to the climate change that has been taking place in the world over the last few years, we will see more and more erratic weather. We saw last year what happened in Churalmala and Mundakai, heavy rainfall, and due to that landslides and a huge disaster took place. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളുടെ കാലം തെറ്റിയുള്ള മഴ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ മുണ്ടകൈ ചൂരമല പ്രദേശത്ത് കഴിഞ്ഞ വർഷം വലിയ തോതിൽ മഴയുണ്ടാവുകയും ആ മഴ പിന്നീട് ഉരുൾപൊട്ടലിന് കാര്യമായി മാറിയതെല്ലാം നമുക്കറിയാവുന്നതാണ്. The weather is also getting warmer and warmer. നമ്മുടെ കാലാവസ്ഥ കൂടുതൽ ചൂടുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Rainfall is erratic. Sometimes there's a lot of rainfall for a long time, other times there's less rainfall. കാലം തെറ്റിയുള്ള മഴയാണ്. ചില സമയത്ത് വളരെ വലിയ മഴയുണ്ടാവുന്നു, ചില സമയത്ത് മഴയില്ലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. So under these circumstances, it becomes very, very important to have good irrigation facilities in the area. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജലസേചന പദ്ധതി നമുക്ക് ഏറ്റവും ആവശ്യമാണ്. The lift irrigation project I am about to inaugurate will serve 65 acres of paddy land in Kenichira. ഞാനിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അത് ഏകദേശം 65 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന പ്രദേശത്ത് ഗുണകരമായി മാറും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. And the check dam and canal will help increase irrigation to paddy farms by a lot. അതുപോലെ തന്നെ നമ്മുടെ കനാലുകളും ചെക്ക് ഡാമുകളും നമ്മുടെ ഈ കൃഷി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ സഹായകരമാകും. The Angadisari Anganwadi is built under the BALA model, building as a learning aid. This is a central government project, but it's very important because it helps in growth, it helps in learning. നമ്മുടെ അങ്ങനശ്ശേരി അംഗനവാടി ഉണ്ടാക്കുന്നത് BALA പ്രവർത്തനമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പ്രകാരം നമുക്ക് നിർമ്മിക്കുന്നത് ഇത് വലിയ രീതിയിൽ കുട്ടികൾക്ക് ഗുണകരമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. What makes me very happy is that these projects have been funded through the award money for aspirational districts program. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ഈ പണമെല്ലാം ഈ പദ്ധതികളെല്ലാം ഫണ്ട് ചെയ്യുന്നതിന്റെ പണം തരുന്നത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. And your district, Wayanad district, has received 19 crores as awards under this. നമുക്ക് ഈ വയനാട് ജില്ലയ്ക്ക് 19 കോടിയോളം രൂപ ഈ പദ്ധതിയുടെ കീഴിൽ അവാർഡായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. This is recognition of your hard work, of the hard work of our local bodies, our panchayats, our public officials and the people of Wayanad. നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ എല്ലാം കഠിന പ്രയത്നത്തിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡ് തുക നമുക്ക് ലഭിച്ചിട്ടുള്ളത്. It's a symbol of your hard work, your foresight, that the government is recognizing you, sending more funds to you so that you can build stronger futures. ഇത് നിങ്ങളുടെ ദീർഘവീക്ഷണത്തിന്റെയും
നിങ്ങളുടെ കഠിന പ്രയത്നത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു അംഗീകാരമായതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ പണം നമ്മുടെ പ്രദേശത്തിന്